കയർ ഫാക്ടറി തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്കും മാർച്ചും ധർണയും നടത്തി. കാരണം നമുക്കെല്ലാം ഓണത്തിനും അതുപോലെ വിഷുവിനും ക്രിസ്മസിനും 3 പ്രാവശ്യമായിട്ട് നമ്മുടെ ബോണസ് കൃത്യമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ബോണസ് തീരുമാനിക്കുന്നത് CIRC ആണ്. CIRC എല്ലാ പ്രാവശ്യവും തീരുമാനിക്കുന്ന ബോണസാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതാകട്ടെ ബോണസ് ആക്ടിലോ അല്ലെങ്കിൽ ESA ആക്ട്, PF ആക്ട് എന്നൊക്കെ പറയുന്ന ആക്ടുകളുണ്ട്. കയർ മേഖലയിൽ നമ്മുടെ ബോണസ് തരുന്നത് ഇന്നും ബാധകമല്ല. CIRC ആണ് നമ്മൾ ഇവിടെ തീരുമാനിക്കുന്നത് നമുക്ക് ബോണസ്. ഇതിനു മുമ്പ് നമ്മൾ ബോണസ് ആക്ട് പ്രകാരം ബോണസ് തരുമായിരുന്നു, മേടിച്ചിരുന്നു. അത് പഴയ കാലത്താണ്. അത് അങ്ങനെ ബാലൻസ് ഷീറ്റ് എടുക്കുക, അലോക്കൽ സർപ്ലസ് ഓഫ് പ്രോഫിറ്റ് നോക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ശതമാനം ബോണസ് വേണം, ഇങ്ങനെ അന്ന് തീരുമാനിച്ചിരുന്നു. ഇത്തവണ അവർ പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വിഷുവിന് മുമ്പായിട്ട് തന്നെ അത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാവും, ഞങ്ങൾക്ക് തരാൻ നോക്കുക എന്നുള്ളതാണ്. അത് ശരിയായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ഈ ബോണസ് കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടണം എന്ന രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പം എക്സ്പോർട്ടേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ 21,000 രൂപയ്ക്ക് താഴെയുള്ളവരുടെ എല്ലാം ബോണസ് അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞു. ആ 21 വരെ ഉള്ളവരുടെ ബോണസ് അവരിപ്പോൾ ഇട്ടിരിക്കുക. മുഴുവൻ പേരുടെയും തൊഴിലാളികളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടിൽ കഴിഞ്ഞ ദിവസത്തെ പൈസ ഇട്ടിരിക്കുക. അതിന് മേലോട്ടുള്ളവർക്ക് കൊടുക്കാതെ വെച്ചിരിക്കുക. അങ്ങനെയാണ് നിൽക്കുന്നത്. CIRC തീരുമാനപ്രകാരം കയർ ഫാക്ടറി തൊഴിലാളികൾക്ക് ബോണസ് നൽകുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെ കയർ ഫാക്ടറി തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്കും മാർച്ചും ധർണയും നടത്തിയത്. CITU സംസ്ഥാന സെക്രട്ടറി R. നാസർ ധർണ ഉദ്ഘാടനം ചെയ്തു. INTUC നേതാവ് AK രാജൻ അധ്യക്ഷനായി. ATUC നേതാവ് PV സത്യനേശൻ സ്വാഗതം പറഞ്ഞു. BMS നേതാവ് B. രാജശേഖരൻ, UTUCL നേതാവ് S. രമേശൻ, ITUCI നേതാവ് KV ഉദയഭാനു, ATUCI നേതാവ് MD സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്ന് പുതുതായി വന്നിരിക്കുന്ന ചെയർമാൻ അടക്കം ആ ചെയർമാന്റെ സമീപനം ഒട്ടും തൊഴിലാളി വർഗത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നിലപാടില്ല. ആ ഒരു നിലപാടുമായിട്ടാണ് പോകാൻ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ തമിഴ്നാട്ടിൽ തന്നെ ശരണം പ്രാപിക്കേണ്ടി വരും. അവർ പറയുന്നത് അവിടെ പോയി ഇവിടെ രമേശൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോകും. തൊഴിലാളികൾക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൂലി പരമാവധി എങ്ങനെ വെട്ടിക്കുറക്കാൻ കഴിയുമോ അത്തരത്തിലൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് അല്ലാതെ ഈ വ്യവസായവുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ലെന്നാണ് പറയുന്നത്. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് വയ്ക്കൂ, ഞങ്ങളുടെ തൊഴിലാളികൾ ഒരാൾ പോലും ആത്മഹത്യ ചെയ്യില്ല. അങ്ങനെ പോലും പറയേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് വന്നാലും ഈ തൊഴിലാളികളെ ഒരു പാഠം പഠിപ്പിക്കും. ആ നിലപാടെടുത്തുകൊണ്ടാണ് ഈ കയറ്റുമതി മുതലാളി മുന്നോട്ട് പ്രത്യേക സമയമെടുത്ത് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ധിക്കാരപരമായ സമീപനമാണ് ഈ ഓഫീസിന് ഉള്ളിലിരിക്കുന്ന ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ സ്വീകരിച്ചത് എന്നാണ് പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ച് പറയുന്ന കയർ വ്യവസായം വളരെ മോശമായി പോയി. അതുകൊണ്ട് ആർക്കും പണിയില്ല, വല്ലാത്ത ഒരു അവസ്ഥയാണ്. കേരള വില്ലേജിൽ ഇവർ സ്ഥാപിക്കുകയും അതിനുശേഷം ഇപ്പോ 60 മിഷ്യത്തിലേറെ ആയിക്കഴിഞ്ഞു. ഇപ്പൊ നാട്ടിൻ പുറത്ത് പ്രവർത്തിച്ചിരുന്ന 513 തൊഴിലാളികൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ ഒരു ദിവസം ഏതാണ്ട് 35 തൊഴിലാളികളിൽ താഴെ വരുന്ന ആൾക്കാരെ കൊണ്ട് മിഷനിൽ ഉൽപ്പാദിപ്പിച്ച് ഇവർ സാമ്പത്തിക കൂടുതലായി അനുഭവിക്കും.